ഇന്ന് അത്താണ് കേട്ടോ. കർക്കിടകം 31. നാളെയാണ് ചിങ്ങം 1-ാം തീയതി. പക്ഷെ കർക്കിടകത്തിലാണ് അത്തം വരുന്നത്. അപ്പോൾ ഇത് അത്തത്തിൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. ഇതെന്നാണ് പോസ്റ്റ് ചെയ്യാൻ കഴിയുകയെന്ന് അറിയില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുള്ളൂ. എക്സാമിൻ്റെയും ഒക്കെ തിരക്ക് കാരണം 2-3 ദിവസം കഴിഞ്ഞിട്ടാവും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അത്തത്തിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ. രാവിലെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ 6 മണിയൊക്കെ ആവാറായി കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ സമ്പൂർണ്ണ രാമായണ വായനയാണ്. കർക്കിടകം അവസാനിക്കുകയാണല്ലോ. പ്രാവശ്യം ഓണം ആദ്യമാവുകൊണ്ട് കർക്കിടകം 31 തന്നെയാണ് അത്തം വരുന്നത്. അപ്പോൾ രാവിലെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പൂജാ റൂമിലൊന്ന് വിളക്ക് കത്തിക്കട്ടെ. എന്നിട്ട് ബാക്കി പരിപാടികൾ എന്നും അടുക്കളയിൽ കയറുന്നതിൻ്റെ മുന്നേ കുളിയൊക്കെ കഴിഞ്ഞാൽ പൂജാ റൂമിൽ വിളക്ക് കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച ഒരു സമാധാനമല്ലേ. എനിക്ക് അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എന്നും ചെയ്യണതിൽ വിപരീതമായിട്ട് ഇന്നൊന്ന് പൂവിടണം. അത്തല്ലേ, ഇന്ന് രാവിലെ പൂവിടണം. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലത്തൊക്കെ പരിപാടി. അപ്പോൾ അമ്മുക്കുട്ടിക്ക് നാളേക്ക് എക്സാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പൂവിടുക. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇവിടെ പൂവിടാറ്. അവർക്കൊക്കെ സ്കൂളിലെ കാരണം, കുട്ടികൾക്കൊക്കെ സ്കൂളിലെ കാരണം അതിനൊന്നും നേരം ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾക്ക് പണ്ടത്തെ പോലെയല്ല കേട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ തന്നെ പൂവിടാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. ഒരുവിധം കുട്ടികൾക്ക് അങ്ങനെ. ചില കുട്ടികളൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും കേട്ടോ. എല്ലാ കുട്ടികളും ഒരുപോലെ എന്നല്ല പറയണത്. പിന്നെ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ എത്ര പൂവുണ്ടെങ്കിലും പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് പൂവ് പൊട്ടിക്കാൻ ഒരു രസമായിരുന്നല്ലേ. നല്ല സന്തോഷമായിരുന്നു. പിന്നെ പൂവിടുമ്പോൾ ചാണകം മെഴുകിയിട്ടല്ലേ പൂവിടുക. എത്ര പേര് ചാണകം മെഴുകി പൂവിടും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇന്നിപ്പോൾ ചാണകം കിട്ടാനൊക്കെ പ്രയാസമല്ലേ. ചില സ്ഥലങ്ങളിലൊന്നും കിട്ടാണ്ടാവില്ല. അപ്പോൾ വെള്ളം തളിച്ചിട്ട് പൂവിട്ടാലും മതി. ഞാൻ ഇവിടെ ചാണകം മെഴുകിയിട്ടാട്ടോ. ശരിക്കും പൂത്തറയൊക്കെ ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ഒരു ഭംഗി. ചാണകം മെഴുകിയതാ പെട്ടെന്നൊരു പൂക്കളം വേഗം ഇട്ട് തീർക്കണം. എന്നിട്ട് വേണം അടുക്കളയിലത്തെ പരിപാടി. അപ്പോൾ ഇതാ പൂവിടാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ. ഇതാ ഇപ്പോൾ ചെറിയൊരു പൂക്കളം ഒക്കെ പെട്ടെന്ന് റെഡിയാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കണം. ഇതാ ചെറിയൊരു പൂക്കളം വേഗം തട്ടിക്കൂട്ട് പൂക്കളം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും നാളികേര ചട്നിയും പപ്പടവും പഴവും. ഇതാണ് ഞങ്ങളുടെ അത്തത്തിൻ്റെ സ്പെഷ്യൽ. ഇനി വേഗം ചായ കുടിക്കട്ടെ കേട്ടോ. ഒന്ന് പൂവിടാനൊക്കെ നിൽക്കൊണ്ട് നേരം കുറേ വൈകിയിട്ടുണ്ട്. ഒരു 9 മണി 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ചായയൊക്കെ കുടിക്കട്ടെ. ആരെങ്കിലും പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും മറക്കരുതേ. എന്നാലേ ഞാൻ ഇരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഇനി ഓണത്തിൻ്റെ വിഭവങ്ങളും ഓണത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് വരും വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഞങ്ങൾ പെട്ടെന്ന് ചായ കുടിക്കട്ടെ. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയണം. ആരെങ്കിലും നടാടെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് കാണാം.